യുദ്ധത്തിന്റെ കാറ്റ് ഇപ്പോൾ വീശുന്നത് ഇറാനിലേക്കാണ്. യമനെ ആക്രമിച്ച് US വീണ്ടും യുദ്ധകാഹളത്തിന് തുടക്കമിട്ടപ്പോൾ യമൻ അമേരിക്കയുടെ ഭീമൻ പോർവാഹിനിയെ ചെങ്കടലിൽ തീർക്കാൻ ഹൂതികളെയാണ് കൂട്ടുപിടിച്ചത്. എന്നാൽ ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ തിരിയുമെന്ന ഖമേനിയുടെ വിശ്വാസം അവരുടെ മിസൈൽ ശേഖരം കാട്ടി ഭയപ്പെടുത്താനുള്ള നീക്കത്തിൽ മിസൈൽ സിറ്റി തുറന്ന് ലോകത്തിന് മുന്നിൽ കാട്ടിയിരിക്കുകയാണ്. ആണവ പദ്ധതികൾ നിർത്തിവെക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് മറുപടി എന്നോണമാണ് ഈ നീക്കമെന്ന് വേണം കരുതാൻ. പിന്നാലെയാണ് ആയുധശേഖരത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വീഡിയോ ഇറാൻ പുറത്തുവിട്ടത്. നിലവിൽ പുറത്തുവന്ന ഭൂഗർഭ മിസൈൽ കേന്ദ്രം ഉൾപ്പെടെ 3 മിസൈൽ കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മിസൈൽ കേന്ദ്രത്തിന്റെ 85 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ഇറാൻ സൈന്യമായ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് പുറത്തുവിട്ടത്. ഖൈബർ ഷെഖാൻ, ഖത്തറഷ്, സെജിൽ, ഭവെ തുടങ്ങിയ ഇറാൻ സ്വന്തമായി വികസിപ്പിച്ച മിസൈലുകളുടെ ശേഖരമാണ് ഈ ഭൂഗർഭ കേന്ദ്രത്തിലുള്ളത്. ഈ മിസൈലുകളാണ് ഇസ്രയേലിനെ ആക്രമിക്കാനായി ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ മിസൈലുകളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഖൈബർ ഷെഖാൻ അമേരിക്കയുടെ ഏറെ പ്രശംസിക്കപ്പെട്ട താഡ് മിസൈൽ സംവിധാനത്തെ പരാജയപ്പെടുത്താൻ കഴിവുള്ളതായി ഇറാന്റെ ഖൈബർ ഷെഖാൻ 1 മിസൈൽ അവകാശപ്പെടുന്നു. അതേസമയം സിസ്റ്റത്തിൽ നിന്ന് വിന്യസിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഖൈബർ ഷെഖാൻ 2 വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അമേരിക്കൻ മിസൈൽ സംവിധാനത്തിന്റെ പ്രൊജക്ടലുകൾ 200 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ വിനാശകരമായ പ്രകടനം സൃഷ്ടിക്കുമെന്നും അവർ വാദിക്കുന്നുണ്ട്. വിദേശ പിന്തുണയുള്ള ഭീകരതയെ ചെറുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രശസ്ത ഇറാനിയൻ കമാൻഡറായ ജനറൽ ഖാസിം സുലൈമാനിയുടെ ബഹുമാനാർത്ഥമാണ് രക്തസാക്ഷി ഹഷ് ഖാസിം മിസൈലിന് ഈ പേര് നൽകിയിരിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എയ്റോസ്പേസ് ഫോഴ്സ് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഇറാനിയൻ ഖര ഇന്ധന ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണ് ഇത്. 3ാം തലമുറ IRGC മിസൈലുകളിൽപ്പെട്ടതാണ്. 2022 ഇറാനിയൻ വിപ്ലവത്തിന്റെ 43ാം വാർഷികത്തിൽ ഇറാനിയൻ സൈനിക കമാൻഡർ പങ്കെടുത്ത ചടങ്ങിൽ ഇത് അനാച്ഛാദനം ചെയ്തു. കര ഇന്ധനം ഉപയോഗിച്ചാണ് മിസൈൽ ചലിപ്പിക്കുന്നത്. വ്യോമ പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ലക്ഷ്യത്തോടെ അതിന്റെ വാർഹെഡ് ടെർമിനൽ ഘട്ടത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. 1450 കിലോമീറ്റർ ദൂരവും ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള കഴിവും ഇതിനുണ്ട്. ഖൈബർ ഷെഖാൻ മിസൈലിന് 11.4 മീറ്റർ നീളവും 76 സെന്റിമീറ്റർ വ്യാസവും 6.3 ടൺ ഭാരവുമുണ്ട്. 550 കിലോഗ്രാം ഭാരമുള്ള വാർഹെഡും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ വാർഹെഡ് വേഗതയേറിയതും തീവ്രവുമായ സ്ഫോടനാത്മക തരമാണ്. കൂടാതെ റാഡ് 500 മിസൈലിന് സമാനമായ സംയുക്ത വസ്തുക്കളാണ് ഇതിന്റെ ബോഡിയായി നിർമ്മിച്ചിരിക്കുന്നത്. ഖൈബർ ഷെഖാൻ മിസൈലിന്റെ ഒരു ഗുണം സമാന മോഡലുകളെ അപേക്ഷിച്ച് അതിന്റെ ചെറിയ അളവുകളാണ്. അതിനാൽ ഭൂഗർഭ മിസൈൽ താവളങ്ങളുടെ പരിമിതമായ സ്ഥലത്ത് അവയിൽ കൂടുതൽ സൂക്ഷിക്കാൻ കഴിയും. അതേസമയം സിസ്റ്റത്തിൽ നിന്ന് വിന്യസിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഖൈബർ ഷെഖാൻ 2 വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അമേരിക്കൻ മിസൈൽ സംവിധാനത്തിന്റെ പ്രൊജക്ടലുകൾ 200 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ വിനാശകരമായ പ്രഹരം സൃഷ്ടിക്കുമെന്നും അവർ വാദിക്കുന്നുണ്ട്. അടുത്തത് ഖത്തർ മിസൈലുകൾ. 2005 ഖത്തർ മിസൈലുകൾ ഇറാൻ അവതരിപ്പിച്ചത്. 2003 വരെ ഇറാൻ ഉപയോഗിച്ചിരുന്ന ഷഹാബ് 3 എന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഖത്തർ. 1ാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനവും 2ാം ഘട്ടത്തിൽ കര ഇന്ധനവുമാണ് ഖത്തറിന് കരുത്താകുക. ഖത്തർ എസ് 1350 കിലോമീറ്റർ ദൂരപരിധിയും ഖത്തർ എഷ് 1650 കിലോമീറ്റർ ദൂരപരിധിയും ഖത്തർ എഫ് 1950 കിലോമീറ്റർ ദൂരപരിധിയും ഉണ്ട്. എന്നിങ്ങനെ 3 തരം ഭൂഗർഭ മിസൈലുകളാണ് ഇറാൻ വികസിപ്പിച്ചിരിക്കുന്നത്. 1.25 മീറ്റർ വ്യാസമുള്ള ഖത്തർ മിസൈലുകളുടെ നീളം 15.86 മീറ്ററും 16.58 മീറ്ററിനും ഇടയിലാണ്. ഖാദർ 110 പരമ്പരയിലെ മിസൈലുകൾ 650 കിലോഗ്രാം മുതൽ 1000 കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു വാർഹെഡ് വഹിക്കുന്നു. ഖാദർ എഫ് പ്രവഹിക്കുന്നു. ഇത് 15.5 മുതൽ 16.58 മീറ്റർ വരെ നീളവും 15 മുതൽ 17.48 ടൺ വരെ ഭാരവുമുണ്ട്. ഷഹാബ് 3നെ അപേക്ഷിച്ച അടിസ്ഥാന മോഡലിന് 2 ടൺ ഭാരവുമുണ്ട്. അടുത്തത് ഇമാദ് മിസൈൽ. ഖത്തർ മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇമാദ് ബാലിസ്റ്റിക് മിസൈൽ. ഉയർന്ന കൃത്യത, മികച്ച ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഇമാദിന്റെ പ്രത്യേകതകൾ. 2015 മുതലാണ് ഇറാൻ ഇമാദ് മിസൈലുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. ഇറാന്റെ ആദ്യ പ്രിസിഷൻ ഗൈഡഡ് മിസൈലാണിത്. ദ്രവ ഇന്ധനം കരുത്തേകുന്ന ഇമാദിന്റെ നീളം 15.5 മീറ്ററാണ്. 1750 കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈലിന് 1700 കിലോമീറ്റർ വരെ സഞ്ചരിക്കും. അടുത്തത് സെജിൽ അഥവാ സെജിൽ ഇറാനിയൻ ഖര ഇന്ധന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു കുടുംബമാണ്.
ഷഹാബ് ദ്രാവക ഇന്ധന ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരമാണ് സെജിൽ. US പെന്റഗൺ സ്രോതസ്സുകളുടെ അഭിപ്രായത്തിൽ സെജിലിന്റെ മിസൈൽ പ്രൊഫൈൽ അഷുര, ഗദർ 110, സമൻ എന്നിവയുടേതുമായി വളരെ സാമ്യമുള്ളതാണ്. നഥാൻസ് നഗരത്തിൽ നിന്ന് വിക്ഷേപിച്ചാൽ 7 മിനിറ്റിനുള്ളിൽ ടെല്ലവീവിലെത്താൻ കഴിയുന്ന ഇറാൻ അവകാശപ്പെടുന്നു. സെജിൽ 1 ഇറാൻ നിർമ്മിച്ച 2 ഘട്ടങ്ങളുള്ള കര പ്രൊപ്പലൻ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈലാണ്. സെജിൽ 2 400 കിലോമീറ്റർ ദൂരപരിധിയുള്ളതാണ്. ഈ മിസൈൽ 2008 നവംബർ 13 വിജയകരമായ ഒരു പരീക്ഷണ വിക്ഷേപണം നടന്നു. അതിന്റെ ദൂരപരിധി സ്ഥിരീകരിച്ചാൽ ഇസ്രയേലും തെക്കുകിഴക്കൻ യൂറോപ്പും വരെ ദൂരമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് കഴിയും. അടുത്തത് പാവേഹ്. 2015 അനാച്ഛാദനം ചെയ്ത സൗമർ ക്രൂയിസ് മിസൈൽ കുടുംബത്തിന്റെ ഭാഗമാണ് പാവേഹ്. 700 കിലോമീറ്റർ ദൂരപരിധിയുള്ള സൗമർ ആയിരുന്നു ഈ കുടുംബത്തിലെ ആദ്യത്തെ മിസൈൽ. 2019 ഫെബ്രുവരി 2 ഇറാൻ 1350 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കാവുന്ന ഒരു മിസൈലായ ഹൊവേസ ക്രൂയിസ് മിസൈൽ പുറത്തിറക്കി. 2023 ഫെബ്രുവരി 2 പാവെ അനാച്ഛാദനം ചെയ്ത് പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചു. ഈ മിസൈലിന് 1650 കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട്. പാവേഫ് അതിന്റെ ബോയിഡിൽ പിൻവലിക്കാവുന്ന ചിറവുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഈ ക്രൂയിസ് മിസൈലിന്റെ എഞ്ചിനും ബോഡി പുറത്താണ്. അതിന്റെ മുകൾ ഭാഗത്ത് ഇത് സ്ഥിതി ചെയ്യുന്നു. ലക്ഷ്യത്തിലെത്താൻ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് പാവേഹിനുണ്ട്. അതായത് ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് അത് ആവശ്യമായ അളവിൽ പ്രചരിക്കുകയും മറ്റൊരു ദിശയിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. 2020 ഇറാൻ ആദ്യമായി തങ്ങളുടെ ഭൂഗർഭ മിസൈൽ കേന്ദ്രത്തെ പരസ്യമായി വെളിപ്പെടുത്തിയത്. 3 വർഷത്തിനു ശേഷം മറ്റൊരു കേന്ദ്രത്തിന്റെ വിവരങ്ങളും പുറത്തുവിട്ടു. ഇതിൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മൂന്നാമതൊരു ഭൂഗർഭ ആയുധ കേന്ദ്രം കൂടിയുണ്ട് എന്ന് ഇറാൻ വെളിപ്പെടുത്തി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.